നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, അല്ലെ 5 റൂട്ട് കോസസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മനു പ്രതീഷ് ജേക്കബ്, മെഡിക്കൽ ഡയറക്ടർ, സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, മലയാറ്റൂർ, കൊച്ചി. മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം 50% ഓഫ് ദ ഇൻഫെർട്ടിലിറ്റി കേസസ്, അതായത് 50% ഇൻഫെർട്ടിലിറ്റി കേസിൻ്റെയും കാരണം മെയിൽ ഫാക്ടേഴ്സാണ്. പലപ്പോഴും ഫീമെയിൽ ഫാക്ടേഴ്സിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ മെയിൽ ഫാക്ടർ ഏകദേശം 50% ഇൻഫെർട്ടിലിറ്റിക്കും കാരണമാകുന്നുണ്ട്. അന്നേരം അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻസ്, എൻവയോൺമെൻറ്റിലുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള പൊല്യൂഷൻസ്, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള സ്ട്രെസ് ലെവൽസ്, അല്ലെങ്കിൽ ന്യൂട്രീഷണലായിട്ടുള്ളൊരു ഫുഡ് കഴിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കിട്ടാത്തൊരു ഫുഡ് കഴിക്കുന്നൊരു അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അന്നേരം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ് നമ്മളുടെ സ്പേമിൻ്റെ ക്വാളിറ്റീനെ നശിപ്പിക്കുകയും അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുകയും ചെയ്യും. അന്നേരം അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അന്നേരം സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് കമ്പൽസറി ആയിട്ടും ഒഴിവാക്കണം. അല്ലെങ്കിൽ പൊല്യൂഷൻ വല്ലാതെ എക്സ്പോഷർ വരുന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഒഴിവാക്കണം. ഇനി ഓക്സിഡേഷൻ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെയാകുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ കൂടും. ഈ രണ്ടാമത്തെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസുകളാണ്. സോ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ടെസ്റ്റോസ്റ്ററോൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പലപ്പോഴും ആളുകൾ നോക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ മാത്രം നോക്കും. പക്ഷേ ആക്ച്വലി നമുക്ക് ഫെർട്ടിലിറ്റിക്ക് വേണ്ടത് ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ബോഡിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവാണ് ഇമ്പോർട്ടൻറ്റ്. അന്നേരം നമ്മളെപ്പോഴും ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കി അത് കുറവാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഗെയിൻ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം നാച്ചുറോപ്പതിയിൽ നമ്മളെപ്പോഴും എന്താണ് കാരണം, ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നു. ഇനി ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതിനാവശ്യമായിട്ടുള്ള ഹെർബ്സും കൊടുക്കുന്നു. ഇനിയിപ്പോൾ പലപ്പോഴും പല ആളുകളിലും ടെസ്റ്റോസ്റ്ററോൺ കുറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹൈ എമൗണ്ട് ഓഫ് സ്ട്രെസ്സാണ്. സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നൊരവസ്ഥ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ഒക്കെയാണ് നമ്മൾ ഈ ഹോർമോൺ ഇംബാലൻസ്, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് വെരിക്കോസീലാണ്. സോ വെരിക്കോസീൽ ചെറിയ രീതിയിലുള്ള വെരിക്കോസീലുകളാണെങ്കിൽ നമുക്ക് അക്യുപഞ്ചറും അല്ലെങ്കിൽ നാച്ചുറോപ്പതിക് ഡയറ്റും ബാക്കിയുള്ള നാച്ചുറോപ്പതിക് ട്രീറ്റ്മെൻറ്റ്, ഡിറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച്, ഹിബാത്ത് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ടും ട്രീറ്റ്മെൻറ്റിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. പക്ഷേ സിവിയർ കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സർജിക്കലി ആ വെരിക്കോസീൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അന്നേരം ആ ഒരു അപ്രോച്ചാണ് വെരിക്കോസീലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. സോ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഉദാഹരണത്തിന് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ശരിക്കുമുള്ള ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ കൺവേർഷൻ നടക്കണമെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റിന് ഒരുപാട് ആവശ്യമാണ്. അന്നേരം സിങ്ക് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എങ്കിൽ സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷനും അല്ലെങ്കിൽ സിങ്ക് ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ഒക്കെ ചെയ്യണം. സെലീനിയം ഇമ്പോർട്ടൻ്റ് ആണ്, മഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഒമേഗ 3s ഇമ്പോർട്ടൻ്റ് ആണ്, വിറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ്, വിറ്റമിൻ ഇ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഈ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലിറ്റി ന്യൂട്രിയൻസ് നമുക്ക് നമ്മുടെ ഫുഡിലൂടെയും അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റേഷൻ വഴിയും നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു റൂട്ട് കോസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അത് അടുത്തൊരു പ്രധാനപ്പെട്ട റൂട്ട് കോസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ടോക്സിൻസ് ആണ്. അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എക്സ്പോസ് ചെയ്യപ്പെടുന്ന പല വിധത്തിലുള്ള ടോക്സിൻസ്. ഉദാഹരണത്തിന് നമ്മുടെ പ്ലാസ്റ്റിക്സ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ, ഒരു മെയിലിൻ്റെ ശരീരത്തിൽ ഒരു സീനോ ഈസ്ട്രോജനിക് എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു ഈസ്ട്രോജൻ, ഫീമെയിൽ ഹോർമോണിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമ്മളുടെ ശരീരത്തിൽ തരുന്നത്. അന്നേരം അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സീനോ ഈസ്ട്രോജൻ്റെ എഫക്റ്റ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ സീനോ ഈസ്ട്രോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. 1. 2, നമ്മൾ അതിനെ പുറന്തള്ളാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സോണ ബാത്ത് പോലെയുള്ള, അല്ല സ്റ്റീം ബാത്ത് പോലെയുള്ള തെറാപ്പീസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില കീലേറ്റേഴ്സ്, ചില ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ ആ ഒരു എക്സസ് ആയിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് കോസ്
കോസ് എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പോഷറാണ്. എക്സ്പെഷ്യലി നമ്മളെല്ലാം എപ്പോഴും പോക്കറ്റിൽ ഫോൺ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അന്നേരം അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ഫോൺ നമ്മളുടെ ശരീരത്തോട് ചേർന്ന് വരാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോൺ എപ്പോഴും നമ്മളുടെ പോക്കറ്റിന് പകരം നമ്മളുടെ ടേബിളിലേക്കോ അല്ലെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലേക്ക് വെക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ആ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു 5 കാരണങ്ങളാണ് മെയിൽസിൽ മേജറായിട്ടും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത്. അന്നേരം എപ്പോഴും സാക്കിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി വന്നത് എന്ന് കണ്ടെത്തി അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.